നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടിക്കകത്ത് കയറാം. വി വിൽ ട്രാവൽ ആൻഡ് ടോക്ക്. കമ്മ യാസ്മിൻ. ഹെലി വരുന്നുണ്ട്. അയ്യോ ഹെലിക്കാതൊന്നും പോകാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഹെലി പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഹെലി പറ്റത്തില്ല. പറ്റത്തില്ല. അബാൻഡൻ ഹെലി. അബോർട്ട് ചെയ്യൂ. തന്റെ ഊള ലോകം ഇരിക്കുന്നുണ്ടല്ലോ അതിനകത്ത്. എനിക്കത് പറയാ. എന്റെ 6200 രൂപ നിന്റെ അടുത്ത് എന്തിനാടാ നീ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം നീ എന്തിനാണ് എസ് നോ അടിക്കാൻ പോയത്? ആ കൊച്ചു മുടിയിൽ എന്ത് ചെയ്യും? നിനക്ക് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് അവൻ എന്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വിശ്വസിക്കുകയല്ലേ ചെയ്യണ്ടേ? നീ എന്തിനാ അവിശ്വസിച്ചു എന്നെ? വിശ്വസിച്ചു ആണോ? എന്നാ വിഡ്രോ ചെയ്തോളാൻ പറഞ്ഞ കേക്ക് ആക്ച്വലി തിരിച്ചു നോക്കോളാൻ. ഹലോ കേക്കാവോ? വിഡ്രോ ചെയ്യാൻ എന്തുവാടോ ഇത്? ബാങ്ക് ഇത് നോട്ട് വല്ലതും അടിച്ചാണോ? വിഡ്രോ ചെയ്യാൻ പോലെ വിഡ്രോ അബോട്ട് ചെയ്യാൻ പറയടോ. അബോട്ട്. ഞാൻ പറഞ്ഞു കേക്കാവോ? എന്നെ സെയിലെ വിളിച്ചിട്ട് കേക്ക് എവിടെ ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. എന്നെ സെയിലെ വിളിച്ചിട്ട് കേക്ക് എവിടെ ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു. അത് കേക്ക് വേണ്ടിട്ട് വിളിച്ചതാ. പക്ഷെ കേക്ക് പറഞ്ഞപ്പോ വേണ്ടാന്ന്. അതെന്താ കേക്ക് സൈലയോടുള്ള താല്പര്യം പോയോ? കേക്ക് എനിക്ക് അതിനോട് താല്പര്യം പണ്ടേ ഇല്ലല്ലോ. ടെസ്റ്റ് ഡ്രൈവിന് പിന്നെ പോയെന്ന് അറിഞ്ഞത്. പിന്നെ സംസാരിക്കാൻ വന്നിരുന്നത് അന്നത്തോടെ കൊച്ചു പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അറിയോ? ഇതുവരെ കണ്ടിട്ടില്ല. കൊച്ചു തന്റെ കണ്ടതിന് പേടിച്ചോ? പേടിച്ചു. താനെന്തെങ്കിലും കാണിച്ചോ? ഞാൻ ഒന്നും കാണിച്ചില്ല. എടാ ആർക്കറിയാടോ? ആർക്കറിയാ? കൊച്ചുമ്പോ നമ്മള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ആർക്കറിയാം? നിങ്ങൾ കൊച്ചിനെ അറിയോ? നിങ്ങൾക്ക് ആ കൊച്ചിനെ അറിയില്ലല്ലോ. നിങ്ങളോടല്ലേ പരിചയപ്പെട്ടെ. ആ കൊച്ചു നമ്പറിൽ നിന്ന് പരിചയപ്പെടുകയും ചെയ്തിട്ട് കേക്ക് എടുത്ത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഉറയിൽ നടക്കുന്നേ. എന്നാ വണ്ടി എടുത്ത് കുറച്ച് സംസാരിക്കാം. തനിക്ക് വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ലേ? ഓ വണ്ടിയിൽ സംസാരിച്ച എന്താ സൗണ്ട് ഒരിടത്ത് ഇറങ്ങി സംസാരിക്കല്ലേ എന്റെ സുഖം. പിന്നെ അപ്പൊ വല്ല കലിങ്കോ അല്ല നമ്മുടെ മറ്റേ ലോഡ് ഷെഡിങ് ഉള്ള മറ്റേ മുറിയോ. ഇതെന്താ ഇവിടെ വേണ്ട ഇതിന്റെ അകത്ത് നല്ല ഇതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയാണ്. അപ്പൊ ഇതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ തനിക്കൊക്കെ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ വല്ലോ അറിയാം. ഇതൊക്കെ ഇമോഷനാണ്. ഇതിന്റെ അകത്തോട്ട് കേറിയിട്ടുണ്ടല്ലോ. ഇതിന്റെ അകത്തോട്ടൊക്കെ കേറി നിന്നിട്ട് നമ്മൾ സംസാരിച്ചതിന്റെ അത്രയും ഒരുത്തിനും സംസാരിച്ചിട്ടില്ല. എനിക്ക് ഹൈറ്റ് കുറഞ്ഞ ബിൽഡിംഗ് നിൽക്കും ഭയങ്കര സഫോക്കേഷൻ. അതുകൊണ്ടാണ് സഫോക്കേഷൻ. താനിരുന്ന് ചോദിക്ക് 2 വട്ടം. അല്ല പിന്നെ കൊണ്ടുപോയി മീൻ പിടിപ്പിച്ചാലോ? ഇവന്മാരെന്ത് പിന്നെയും പിന്നെ ഇട്ടിട്ട് ഇത് ആരും കിക്ക് ചെയ്യാത്ത ഇവര് വൃത്തികേടാണ് ഇടുന്നത്. നിങ്ങൾക്ക് ആർക്കും കാണുന്നില്ല ഇവരിടുന്നത്? എന്താണ് മറ്റേ ചാറ്റിലിടുന്നേ. ഇത് അഡ്മിൻസ് ക്ലിയർ ചെയ്യുന്നില്ല. നോക്കട്ടെ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പോടാ കണ്ണേ മീഡിയം കിക്കായത് നോക്ക് കണ്ണയ്യ നീ ആദ്യം. കൊറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് കണ്ണയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ണകളെ വിളിക്കുന്നുണ്ട്. ആ കണ്ണൻകളെ റിപ്ലൈ ആണ്. മൂക്കൊലിപ്പിക്കാണ്ട് പോടാ. മൂക്കൊലിപ്പിക്കാണ്ട്. MRC വേഴ്സസ് BNB നടക്കുന്നുണ്ട്. അവരുടെയാണ് ഈ ചാറ്റുകൾ. അത് ഊഹിക്കാം. പോടാ സ്നഗ്ഗികളെ. സ്നഗ്ഗികളെ നമുക്ക് വിട്ടാലോ ചോക്കി? ശ്മശാന ശുംഭ എന്നൊക്കെ വിളിച്ചാലോ? ഇതൊക്കെ നമ്മൾ തെറി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കണം. ഇതൊന്നും ആലോചിച്ച് നോക്കി. നമ്മളെല്ലാം കൂടെ വേറൊരു ഫാമിലി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇടുന്ന ശ്മശാന മൂക അല്ലെങ്കിൽ ശ്മശാന ശുംഭ. എന്റെ അമ്മൂമ്മയുടെ അതേ ശബ്ദമാണ് ഈ ആസ്പത്രിക്ക്. ഒന്ന് ചിരിച്ചേ. ദൈവങ്ങൾ ഇപ്പോഴും റെഡിയാണോ ചോദിച്ചോണ്ടിരിക്കും. അതെ ഇയാള് വണ്ടിക്കകത്ത് അപ്പി വല്ല ഇടുവാണോ? ഇത്ര നേരം പുറത്തിറങ്ങാത്തെ? എടോ ഒന്ന് പുറത്തിറങ്ങണോ? താനെന്തു കാണിക്കുന്ന അകത്തിരുന്നിട്ട്? ഇയാൾക്ക് മറ്റേ തല വിട്ടു വന്ന് വീട്ടിൽ. ഇത് അമിതാഭ് ബച്ചനല്ലയോ? 6 അടിയുള്ള നമുക്ക് പ്രശ്നമല്ല, 4 അടി 10 ഇഞ്ചുള്ള ഇയാൾക്കാണ് പ്രശ്നം. എന്റെ പൊന്ന അമിതാഭ് ബച്ചൻ ഒന്ന് പുറത്തേക്ക് വാ. ശ്മശാന ശുംഭനോ? എടോ കേക്കാവോടോ എനിക്ക്? കേക്കാനില്ല. എടോ താനൊന്ന് പുറത്തിറങ്ങുവോ? തനിക്കിനി ആരതി ഒഴിഞ്ഞു തരണോ ഞാൻ?
ഇയാളുടെ മറ്റേ ചെവിയിലെ പൂടെ കിട്ടിക്കള ഇയാൾ കേൾക്കാനില്ല അത് ഇത്ര നേരം ഇയാളെന്തോടെ വെയിലത്ത് പോയി നിൽക്കുന്നത് തണൽ ഇത്ര സ്ഥലത്ത് ഇയാളെന്തോ നനഞ്ഞ കോഴിയല്ലോ അന്നു വെയിലത്ത് പോയി ഉണങ്ങാൻ അവിടെ കുറച്ച് വിറ്റമിൻ ഡി കൊള്ളു ആ വിറ്റമിൻ ഡി താൻ പറ സെയിലിയുടെ കാര്യം എന്തോ പറ യാസ്മിൻ സിറ്റ് ഓ കൊണ്ട് പോയിട്ട് എന്തായി ഇനി ഇങ്ങനെയല്ലല്ലോ. എങ്ങോട്ട് പോയിട്ട് ഡേറ്റ്സും കൊണ്ട് പോയിട്ട് എന്തായെന്ന് ഡേറ്റ്സ് കൊണ്ട് പോവില്ലല്ലോ ഡേറ്റ്സ് കൊണ്ട് വരില്ലേ പിള്ളേരെ വിളിച്ചോണ്ട് വരില്ലേ യാസ്മിൻ കുറച്ച് അടുത്തിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ യാസ്മിൻ കുറച്ച് ഡിസ്റ്റൻസ് കേക്ക് എടുത്തിരിക്കണം കേക്ക് പിണങ്ങോ അയ്യോ, കേക്ക് ഞാൻ നീങ്ങിയിരിക്കാൻ വേണേ. അല്ല അപ്പൊ യാസ്മിൻ എനിക്ക് അല്ലല്ലേ അല്ല, കുഴപ്പമില്ല. കേക്കയുടെ മൂഡ് പോവും യാസ്മിൻ അത് കുഴപ്പമില്ല ചോദിക്ക്. ഇപ്പൊ മറ്റേ സെയില് കാണല്ലോ മൂടെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം പാപ്പ അപ്പുറത്തോട്ട് വരി അപ്പുറത്തോട്ട് എന്നാ പിന്നെ അവിടെ ഇരുന്നു. നമ്മൾ ആദ്യം ചോദിച്ചായിരുന്നു എന്നാ പിന്നെ അവിടെ മൈക്ക് വെച്ച് സംസാരിക്കാം എന്നാ പിന്നെ ഓ ഇയാള് മൈക്ക് നമ്മൾ നല്ല രീതിക്ക് കേൾക്കാം നമ്മളെന്നാ കോളാമ്പി പിടിച്ചോണ്ടിരിക്കാ ഇവിടെ ആ. ഇയാളുടെ പിടിച്ചു ആ പറ ആ അത് വേറൊന്നുമില്ല അവിടെ ചെന്ന് സംസാരിച്ച പുള്ളിക്കാരിക്ക് പേടിയാണ് മിണ്ടാനൊന്നുമില്ല ഇയാൾ ഇന്നലെ എന്തൊരു ചെയ്തോ പേടിയാവാൻ പേടിയാവാൻ ഞാൻ ചെയ്യണമെന്നില്ലല്ലോ ഈ ഭീകര രൂപം കണ്ടാ പേടിയാവണം. പിന്നെ ഈ അതെ, ഭീകര ശരിക്കും നാൾ ഇല്ലായിരുന്നല്ലോ കേക്ക് നിങ്ങൾ ഈ ശരിക്കും താൻ എന്തെങ്കിലും ചെയ്തോ കൊച്ചിനെ നൈറ്റ് ഡ്രസ് ഇട്ടുണ്ടോന്നപ്പോ മറ്റേ പഴയ ബാലൻ കെ നായരുടെ സ്വഭാവം വല്ലതും ആയോ താൻ ആ കൊച്ചു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് എടുത്തിന് കേക്ക് എന്ന് പറയുമ്പോഴേ ആ കൊച്ചിന് എന്തോ ഇനി പേടിയാ താൻ എന്തെങ്കിലും ചെയ്തു ഇനി എന്നെ ഇപ്പൊ 4 വട്ടം വിളിച്ചിപ്പിക്കാൻ ഞാൻ ചെല്ലില്ല പറഞ്ഞാലാണ് നിക്കുന്നത് തനിക്ക് എന്തോ ഇത്ര നാണം ഏതെങ്കിലും ഒരു വർഷത്തിൽ നിൽക്കും കേട്ടോ ഒന്നെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് അല്ല, അയ്യോ, ഞാൻ താൻ ചോദിക്കുകയാണ്. ആദ്യം തന്റെ താൻ ആദ്യം തന്റെ കഥ side clear clear ആക്ക്. ആക്ക്. ആ, തനിക്ക് clear ആക്ക്, എന്തോ കഥ നാണം clear ഉണ്ട്. ആക്ക്. എനിക്ക് പൊന്നു യോഗി, ഇയാൾ ആദ്യം ഇയാൾ ആദ്യം പറഞ്ഞത് കാണാൻ കേക്ക്. പറ്റണ്ടേ ഒന്ന് കണ്ടിട്ട് വേണ്ട ഞാൻ പറയാനായിട്ട് ഒന്ന് കാണാൻ കളർ കോഴിയുടെ സ്വഭാവം മഴ പെയ്യുമ്പോ വേറെ സ്വഭാവം കളർ കോഴി എന്ന് പറഞ്ഞപ്പോഴേ എന്റെ തലയിലെ മുടിയുടെ കളർ ഒന്ന് മാറ്റണം അത് അത് നല്ല എന്തിനാ? ഓ ഈ ഒരു ഇതില്ലെന്നേ ഒരു ഇത്ര പിങ്കിഷ് വേണ്ട യോഗി, നമുക്ക് പിങ്കിഷ് കുറച്ചൊരു ഒരു റെഡിഷ് മെറൂണിഷ് ഒരു മജന്തിഷ ഈ മേയറിന് വോട്ട് ചോദിച്ച് ഇറങ്ങി ഞാൻ ഒരു പൂക്കിയായി മാറുന്നോണ്ടൊന്നൊരു സംശയം ഓ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മെറൂൺ ഷെയ്ഡ് അടിക്കാൻ വേണേ ഹെയർ. അതാണ് യോഗി. വേറൊരു കാര്യമുണ്ട് യോഗി, ആ. ഈ നാരദം നാറ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ സൈഡിൽ വന്ന് വണ്ടി ബൈക്കിലൊക്കെ വന്ന് കാണാടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്ത് കാണാടോ എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇടക്കിടക്ക് കാണാടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. കാണുമായിരിക്കും. അവനെ കാണണമായിരിക്കും. നിങ്ങളെ നിർത്തിക്കൂടെ അവനെ നിർത്തിക്കൊട്ടിട്ടാണ് കൊണ്ടുപോയോണ്ട് കാണിച്ചുകൂടെ. അവനിപ്പോ മേയർ അവിടെ വന്നു ഇവിടുത്തെ അവന്റെ ആ പിന്നെ കേക്ക് അതൊരു കാര്യം ചോദിച്ചത് നെടുന്തൂട് പോലെ നിൽക്കുന്ന പുള്ളിക്കാരനെ കണ്ടോ ഇങ്ങനെ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തോക്കും തോന്നുന്നുണ്ടോ പാപ്പ? അഞ്ചാന്റെ സൂര്യ ഒന്ന് ഇരിയൊന്നും അങ്ങോട്ട്. എനിക്ക് അവിടെ നിന്ന് സംസാരിക്കും കേൾക്കാത്ത പോലെ ഇവിടെ നിന്ന് അല്ലാതെ യാസ്മിനെ കാണാനിട്ടല്ല. അഞ്ചാനിലെ ഞാൻ സൂര്യ അടുക്കിരുന്നോട്ടെ. വേണ്ട യാസ്മിൻ വേണ്ട. ഞാൻ പറഞ്ഞു എടോ താന്റെ മൂലത്തിൽ നോക്കി സംസാരിക്കുന്ന താൻ എന്തുവാ താൻ വല്ല ഹിപ്പൊട്ടാമസ് വേണോ മൂലത്തിൽ നോക്കി സംസാരിക്കാൻ? പൊന്നു മൂലേശ്വര ഫ്രണ്ട് ഇയാള് വാലിട്ട് കറക്കി തൂറുവോ? എടോ താനൊന്ന് വാടോ ഫ്രണ്ടിലോട്ട്. ഇയാളിങ്ങനെ പിണങ്ങല്ലേ? ഇവിടെ സംസാരിക്കാൻ വേണ്ട അവിടെ മൊത്തം പ്രശ്നം ഇയാൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഒരുമാതിരി മറ്റേ ഇതാ പ്രശ്നമില്ലല്ലോ. എന്റെ പൊന്നു നാടക നടാ ഒന്ന് വരുമോ ഫ്രണ്ടിലോട്ടൊന്ന്? പറയണ്ട എടോ ഒന്ന് വാടോ ഇയാളിങ്ങനെ പിണങ്ങല്ലേ? എടോ ഇങ്ങോട്ട് വാ ഇയാള്. പറ. അല്ല ഒരു കാര്യം പറയുമ്പോ അതിന്റെ വേണ്ട ഞാൻ ആ കൊച്ചിനെ 2 ദിവസമായി വിളിക്കുന്നത്. ഇന്നലെ ഞാൻ വിളിക്കുന്നത്, ഇന്നലെ ഇന്നും വിളിക്കുന്ന. എന്തിനു വിളിക്കുന്നു? ഒന്ന് വന്നെങ്കിൽ നോ പറഞ്ഞിട്ട് പോവായിരുന്നു. എന്റെ പൊന്നു കടുവാക്കണ്ട, നിങ്ങളെ കണ്ടാലറിയാം നിങ്ങൾക്ക് കൊച്ചിനോട് ഇഷ്ടമാണ്. നിങ്ങളെ കിടന്ന് അഭിനയം നോക്കി നോക്കി എന്താ പറയുന്നത്? എന്റെ പൊന്നു യാസ്മിൻ, ഇയാൾക്ക് ആ പെണ്ണുള്ള ഇഷ്ടമാണ്. നിങ്ങക്ക് എവിടെ നിന്ന് ഇങ്ങനത്തെ പേരൊക്കെ കിട്ടി? ഇയാളെ പിന്നെ എന്തുവാ ചോക്കി നമ്മൾ വിളിക്കണ്ടേ? ഇയാളൊരു മാതിരി മറ്റേ കുട്ടിക്കുറുമ്പെന്നേ വിളിക്കാൻ തോന്നുള്ളൂ. കുറുമ്പൻ. ആ പിന്നെ കുട്ടിക്കുറുമ്പൻ. കുട്ടിക്കുറുമ്പ് കമ്പിക്കണം. പക്ഷെ അത് മിരിക്കാനായിരുന്നു. അത് മെനിക്കാനായിരുന്നു കമ്പിക്കണം. യാസ്മിൻ അറിയാമോ? എനിക്ക് ഇത് പിന്നെ ഓൾഡ് ആക്കി ഈ മീശ കാണുമ്പോ എന്റെ പൊന്നെ കേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കാം. കേക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ല. അല്ല കേക്ക് തുറന്നു പറഞ്ഞുകൂടി?
അതിനല്ലേ വിളിക്കുന്ന എടോ ഇയാളെ വിളിക്കുമ്പോ മലയുടെ മുകളിൽ കൊണ്ട് നോ പറയാനായിട്ട് ഇയാൾക്ക് ഫോൺ വിളിക്കുമ്പോ അങ്ങ് പറഞ്ഞുകൂടെ പറ്റത്തില്ല. അല്ല ഇയാളപ്പം ഡേറ്റിന് പോയെന്ന് പറഞ്ഞു ചോക്കി. ഇയാള് പിന്നെ നൈറ്റ് ഇട്ടോണ്ട് വന്ന് നൈറ്റി അല്ലല്ലോ എന്തോ ഇട്ടോണ്ടോ നൈറ്റിയോ നൈറ്റ് ഡ്രസ്സോ ഇട്ടോണ്ട് വന്നപ്പോ താൻ പറഞ്ഞ എന്തുവാ പെമ്പിള്ളാർ ഇടട്ടെ, പെമ്പിള്ളാർ നൈറ്റി ഇട്ടോണ്ട് വരട്ടെ, എന്നിട്ട് താൻ എന്തത് മാറ്റാൻ പറയാഞ്ഞ്? താൻ സെഡ്യൂസ് ആയോടോ? ഞാൻ എന്താ മാറ്റാൻ പറയാനുള്ള ഇഷ്ടല്ലേ? എന്തോ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടമല്ലായിരുന്നല്ലേ? ഞാൻ ചോദിച്ചപ്പോ എനിക്ക് മാറാൻ പുള്ളിക്കാരി പറഞ്ഞത് ആ രൂപത്തിൽ താങ്കൾ എന്റെ ആളാണോ? അതാദ്യം പറ. എടോ ഞാൻ നമ്മൾ നിങ്ങളുടെ ആളല്ലേ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കാൻ വന്ന് നിൽക്കുന്നേ. ഇത് തിരിച്ചാണല്ലോ. ഇത് അവിടുന്ന് കേട്ട കാര്യം മാത്രം ഇവിടെ പറയാനുള്ളൂ. എന്നിട്ട് തനിക്ക് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ കുട്ടി ഇഷ്ടപ്പെടാത്ത? അതാ കുട്ടിയുടെ മുഖത്തേക്ക് പറയുള്ളൂ. അത് മുഖത്ത് താൻ നോക്കണ്ടേ? കണ്ണാടി വെച്ചാലും തന്റെ തനിക്ക് എന്തുവാടോ പ്രശ്നം? താത്താത്തയല്ല, ഞാൻ അത് കാണിച്ചു തരാം, കാക്കാക്കി തരാം. എടാ തനിക്ക് എന്തുവാ പ്രശ്നം? തനിക്ക് അത് എന്തുവാ കുട്ടിയെടുത്ത് ഇഷ്ടമല്ലാത്ത നമ്മളെടുത്ത് പോലും താൻ പറയത്തില്ലേ? കുട്ടിയുടെ നിങ്ങളും ആ കുട്ടിയോടൊപ്പം പറയും. നമ്മളും ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറയണോ? ഇതെന്തുവാ ഇത് മറ്റേ റിപ്പബ്ലിക് ഡേക്ക് മുദ്രാവാക്യം വിളിക്കുന്നു? ആ കുട്ടി ഉള്ളപ്പോ ഒരുമിച്ച് പറയാം, രണ്ടു വട്ടം പറയണ്ടല്ലോ. എടോ അപ്പൊ ഒന്ന് പറയടോ, ഒന്ന് എന്താന്ന് പറ, തുറന്ന് സംസാരിക്കേ. എന്റെ പൊന്ന് കേക്ക്, നിങ്ങളെ നമ്മള് കേക്കുന്നല്ലേ വിളിക്കുന്നല്ല, കുട്ടൻ കൊയിലാണ്ടി ഒന്നും അല്ലല്ലോ, ഒന്ന് പണയൊന്നും അങ്ങനെ പലതുമാണല്ലോ വിളിക്കുന്നേ. നമ്മള് വിളിക്കുന്നില്ല, അങ്ങനെ വിളിപ്പിക്കല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുറുവാക്കൂട്ടിൽ കുരിയാച്ചം മാറ്റിട്ട് ഞാൻ മറ്റേ കടുവാക്കണ്ണെന്ന് വിളിക്കും കേട്ടോ. അതെ, എന്തോ ആയാലും എന്റെ പൊന്നെ കണ്ണ ഒന്ന് പറ. നാളെ മീറ്റ് നമുക്ക് നാളെ വരെ നമ്മളിത് മനസ്സിൽ വെച്ചോണ്ട് നടക്കത്തില്ല. എന്തുവാ കാര്യം പാരിജാത സീരിയലിന്റെ ക്ലൈമാക്സ് ടെൻഷൻ അടിച്ചിട്ടില്ല. ഒരുമാതിരി മറ്റേ ഇയാളെ മറ്റേ നാളെ 7 മണിക്ക് അവക്കുണ്ട് ക്യൂരിയോസിറ്റി. പിന്നെ ഇയാള് നാളെ മറ്റേ അരമണിക്കൂറിന്റെ സീരിയല് 10 മിനിറ്റ് കാണിച്ചിട്ട് നാളെ ബാക്കി കാണൂന്ന് പറഞ്ഞ കണക്കായി പോയല്ലോ. ഇവിടെ സത്യം പറ, ആ പെണ്ണ് തന്നെ കാര്യം പറയൂ, കാര്യം പറ. പെണ്ണ് എന്തോ എനിക്ക് ഇഷ്ടപ്പെടാത്തെ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ റീസൺ അല്ലേ എടോ ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാന്നല്ലോടോ തന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നേ. എന്തോ ഇഷ്ടപ്പെട്ടില്ല. കുടുംബശ്രീ കുമാർ മുടിഞ്ഞു പോടാ, നീയൊക്കെ മുടിഞ്ഞു പണ്ടാറ കണക്കിപ്പോടാ. തന്തയില്ലാത്ത നായിന്റെ മോനെ. ദൈവമേ, യവന്മാർക്കൊന്നും നല്ലത് വരുത്തല്ലേ. യവന്മാരെല്ലാം മുടിഞ്ഞു പോണേ. യവന്മാരുടെ പാരമ്പര്യം തന്നെ മുടിഞ്ഞു പോണേ. യവന്മാർക്ക് പാരമ്പര്യം ഉണ്ടാവരുതേ. ഇവിടെ ഈ ഓരോ പ്രാക്കും ഉണ്ടല്ലോ, ഓരോ പ്രാക്കും വെക്കൂടാ, ഓരോ പ്രാക്കും. കഴിവറണ മക്കളെ, മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടാണോ നിന്തലും ഒന്ന് ഇതാക്കിയിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുമ്മയുടെ പാരമ്പര്യമോ തലമുറയോ. പിന്നെ ഇവിടെ തെറി വിളിക്കുമ്പോൾ ഞാൻ ഇനി റൈമിങ് നോക്കി വിളിക്കാടാ. കഷ്ടമാടാ ഇത് ഇവന്മാർ കാണിക്കുന്നേ. ഇവന്മാർ എന്ത് കഷ്ടമാണ് ഇവന്മാർ കാണിക്കുന്നേ? ഇത്ര ഇങ്ങനെ ഇട്ട് അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. എൻ്റെ മുന്നിലൊരു കുപ്പി ഇരിപ്പുണ്ട്. ആ കുപ്പിയിൽ വെള്ളമുണ്ടോ വെള്ളമില്ലേ എന്ന് പ്രഡിക്ഷൻ ചെയ്യട്ടെ. പോടോന്നോ കുപ്പി? എടാ ഒരു ബിസ്ലറിടാ, ബിസ്ലറി. തെറി വിളിച്ചോ? ഞാൻ തെറി വിളിച്ചോ? ഞാൻ തെറിയൊന്നും വിളിച്ചില്ല കേട്ടോ. ഞാൻ തെറിയൊന്നും വിളിച്ച ഡീഡോസ് ചെയ്യുന്നമാരെ വിളിച്ചത്. ഞാൻ ലൈവിനകത്തല്ലാതെ തെറിയൊന്നും ഞാൻ വിളിച്ചില്ലേ. കള്ളമൊന്നും പറയല്ലേ. ഇത് പോയി, ഇത് കത്തി, ഇതാകത്തില്ല.
ഞാൻ പിന്നെ എന്തോ ഈ പ്രഡിഷൻ എടുത്തിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഷഡിയുടെ കളർ വെച്ച് പ്രഡിഷൻ ഷഡി കാണിക്കാൻ പറ്റുമോ എനിക്ക്? അല്ല പിന്നെ ദേഷ്യം വരത്തില്ലേ മനുഷ്യന്? ഒരു മിനിറ്റ് നീയൊക്കെ വെയിറ്റ് ചെയ്യ. വെയിറ്റ്. ഇത് എന്തൊരു കഷ്ടവാടാ ഇത്, എന്തൊരു കഷ്ടമായത് സത്യം പറഞ്ഞു കഴിഞ്ഞാ. ദേഷ്യം വരുവാണ് ലിറ്ററലി. ലാലേ 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 ലാല. എടാ ഇത് എന്തൊരു കഷ്ടമാടാ ഇത്. എടാ ഞാൻ എന്തൊരു ചെയ്തടാ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എന്തൊരു പാപം ചെയ്തടാ ഞാൻ ആലോചിക്കുന്നത്. നാളെ തൊട്ട് കിഡിലൻ പ്രൊഡിക്ഷൻസും കിഡിലൻ കൈൻഡ് ഓഫ് സാധനങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഏവരും വരിക. എടാ ഈ എന്നെക്കാളും വലുതാണോടാ നിനക്കൊക്കെ ഈ പോയ പോയിന്റ്സ്? ആണോ? എന്നെക്കാട്ടിലും വലിയ ആണോ നിനക്കൊക്കെ പോയിന്റ്സ്? എസ് എന്ന് അടിച്ചവന്മാരൊക്കെ ശരിക്കുള്ളവന്മാരൊന്നുമല്ല, അവന്മാരൊക്കെ ഫേക്കാണ്. എടാ എന്ത് ജോഗം പ്രഡിക്ഷനാണോ എന്ന് പറഞ്ഞ് കോപ്പി പേസ്റ്റ് ചെയ്ത് കമന്റ് ഇടാതെ. നാളത്തേക്ക് സെറ്റാക്കാം. ഞാൻ ന്യൂ ടു ദിസ്. ഷഡി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ സ്കാം ആക്കൽ ലാസ്റ്റ്. അത് കൊള്ളായിരുന്നു കേട്ടോ. അവനെ ഇടാത്ത ഷഡിയുടെ എങ്ങനെയാണോ കളർ പറയുന്നത് നമ്മൾ? എന്റെ ദൈവമേ ചിരിക്കാൻ വയ്യ. നിങ്ങളെല്ലാരും ഇന്നത്തെ ലൈവ് എൻജോയ് ചെയ്തല്ലേ കുറെ? അതെനിക്ക് ഉറപ്പാ. പോയിന്റ്സിന്റെ കാര്യത്തിലായാലും എന്തായാലും യു ഗൈസ് എൻജോയ് ഇറ്റ്. അടാ ബ്രോ what the fuck is this man? Seriously, ഇത് എന്ത് അണ്ടിയാണിത്? എൻ്റെ എല്ലാ ലൈവും എൻജോയ്മെന്റ് ആണ്. പോടാ കള്ള. സത്യം കേട്ടോ. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു ലൈവ് വരുമ്പോഴത്തേക്ക് ശരിയാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത്. ആക്ച്വലി ഞാൻ ലൈവ് വരുമ്പോൾ വേറെ മനുഷ്യനാടാ, ലൈവ് നിർത്തി കഴിയുമ്പോൾ ഞാൻ വേറെ ഏതോ മനുഷ്യനാ. മനസ്സിലായോ? മോനെ ഇത് ഇല്ലടാ, പാസ്പോർട്ടിന്റെ അല്ല ഇത്. ആക്ച്വലി ഇത് സിറ്റി ഡൗൺ ആണ്. പിന്നെ ഞാൻ അത് തന്നെ ഇട്ടോ. അമ്മ മറ്റേ പാട്ട് പാടി തരുമോ? പണ്ട് പാടവരമ്പത്തിലൂടെ ഓലക്കൂടെയും എടുത്ത് പാട്ടുണ്ടായിരുന്നല്ലേ, ചെറുഞാറ് നടക്കണ കാലം. ആ പാട്ട് പാടി തരുമോ എനിക്ക്? നമ്മള് പോയ സമയത്തെ ഇവിടെ രണ്ടെണ്ണം കൂടെ ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഒരു പാട്ട് പാടി യാസു കേക്കട്ടെ.
യാസ്മിൻ ആ പാട്ട് പാടി തരുമോ? ജോണി മാമൻ ആ പാട്ട് തന്നെ വേണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ പാട്ട് പണ്ട് പാടവരമ്പത്തിലൂടെ ആ പാട്ട് പാടി തരുമോ? നൊസ്റ്റാൾജിയ വരാൻ വേണ്ടി പണ്ട് ഞാനും ജോക്കിയൊക്കെ മറ്റേ കൊയ്ത്ത് കാണാൻ പോവായിരുന്നു. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുനാടു നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരാൽമരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറു കാല തന്ന ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോരക്കോട്ടത്തിനോലത്ത് നിൽക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ. വണ്ടി എടുത്തറിയാതെ നമ്മൾ ഷോറൂമാ വണ്ടി എടുത്തരാ നിനക്ക്? ബാക്കിൽ ഗ്യാരേജ് ഇല്ലടാ, അവിടെ നിന്ന് വല്ലോ ഒന്ന് എടുക്കടാ. അപ്പൊ സെയിലുണ്ടോ അപ്പൊ സിറ്റിയില്? ഇല്ല ജോക്കി, ഞാൻ ഇതിനൊന്ന് കേക്കോട് ചോദിച്ചാൽ അറിയാലോ വിവരമൊക്കെ. ഇഷ്ടപ്പെടാത്തതിന്റെ റീസൺ ഒന്ന് പറ കേക്കേ. എന്തോ മിസ്സാക്കിയല്ലേ യാസ്മിൻ? മറ്റേ പാണന്റെ പാട്ടിന് താളം പിടിക്കുന്നത് അതിപ്പം പെണ്ണ് അത് വന്നില്ലല്ലോ. ഓ യാസ്മിൻ സ്മ്യൂളിലൊക്കെ പാടും. എനിക്കൊരു 10,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അതി അല്ല, ഞാൻ അതിന്റെ ലിറിക്സ് എടുത്തതാ, ഞാൻ അങ്ങനെ പാടാറില്ല. 8,000 ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞൊരു പുച്ഛം. 8,000 ഫോളോവേഴ്സ് എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് പാട്ട് പാടുന്നതാണോ? എന്തോ കേക്ക് ഒരുമാതിരി മറ്റേ ജാക്കി ചാൻ ഒരു ജോക്കി ചാൻ ഒരു പാട്ട് പാടും. എല്ലാരും ചിരിക്കണേ, എല്ലാരും ചിരിക്കണേ. മുന്നിരുന്ന് പാടാൻ ബാക്കി പോയി നിൽക്കുന്നു. എടോ തന്റെ അടുത്തോടെ ഞാൻ കാര്യം ചോദിക്കട്ടെ, താൻ പണ്ട് പിണങ്ങി എങ്ങാനും മറ്റേ വീട് വിട്ടു പോയതാണോ? താൻ 24 മണിക്കൂർ ഈ പിണങ്ങിക്കൊണ്ടിരിക്കുന്നത്. തന്നെ കേക്കേന്ന് മാറ്റി മറ്റേ പിണങ്ങേഷ് കുമാരല്ലോ. ഇതാരാ ഈ പുള്ളിക്കാരൻ ഈ മീശൻ താടിയും വെച്ചോണ്ടിരിക്കുന്നത്? അതിന്റെ മാറി നിർത്തൂ. നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ നിൽക്കുന്ന എന്തിനാണ്? ആരാ ഇത്? അല്ല, അത് നമ്മുടെ പക്ഷേ നമ്മൾ ഈ ഇടങ്കൈ കേക്കിനെ കളിയാക്കുന്നത് ഇടങ്കൈ കുഴപ്പമുണ്ടോ? ഇടങ്കൈ മിണ്ടില്ല. അല്ല, അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോ മിസ്റ്റർ പിള്ളേച്ചനെ ആരോടും പറയാനൊക്കെ തോന്നുന്നു. സന്ധ്യാസമയങ്ങളിൽ വൈഫിനോടും പിള്ളേരോടൊക്കെ പറഞ്ഞ് ചിരിക്കാനൊക്കെ ഒരു ചിലപ്പോ ഒരു. യാസ്മിൻ, കേക്കയുടെ മാലയില് ഡി കണ്ടോ യാസ്മിൻ? ഡി കണ്ടോ യാസ്മിൻ? ഡി കണ്ടോ? ഡി ഡുണ്ടു അല്ല, ഡി ഫോർ ഡാഡി. അവിടെ ചെറുതായിട്ട് റിസ് കണ്ടോ? അത് ഫോർ ഷുഗർ. ഡാഡി ഡാഡിയാണ് കേക്ക്. ഡാഡി ആ മീശയൊക്കെ കണ്ടല്ലേ? അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ നാളെ യാസ്മിനെ അല്ല മറ്റേ സെയിലെ കാണുമോ മലയുടെ മോളിൽ കൊണ്ടുപോവോ എന്താന്ന് വെച്ചാൽ താൻ കാണിക്കുക. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. താൻ ആ കുട്ടിയെ റൂമിൽ വിളിച്ചോണ്ട് പോയി എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതില്ല കേട്ടോ. യാസ്മിൻ എങ്ങനെ അറിയാം? വെപ്പുണ്ടായിരുന്നു? വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മള് താഴെ ഹോട്ടലിൽ നിപ്പുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. താഴെ നിൽക്കുന്നത് മുകളിലത്തെ നിലയിലുള്ള യാസ്മിൻ എങ്ങനെ അറിഞ്ഞു? ഇവര് മറ്റേ ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ടല്ലേ സംസാരിച്ചേ. പിന്നെ ഐ ലവ് യു പറഞ്ഞ മൂളുന്ന ടീമൊക്കെയാണ്. ഇനിയിപ്പോ അവിടെ പോയിട്ട് മനസ്സിലായി. ജോണി മാമ, കാര്യം പറഞ്ഞു. യാസ്മിൻ ഈ കുന്ത്രാന്റെ അടുത്തൊന്ന് അകത്ത് വെക്കൂ. ഇത് മറ്റേ കസേരയിരുന്നു മറ്റേ ഹൊറർ ത്രില്ലർ വായിക്കാൻ തുടങ്ങി. എന്തിന്റെ എടോ ഞാനൊരു കാര്യം പറയട്ടോ. ഞാൻ ആ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്ന് കേക്ക് ടൈമായി. കേക്ക് ആ സെയിലെയും കല്യാണം കഴിച്ചൊരു കുച്ചൊക്കെ ആയിട്ട്
ജീവിക്കാൻ നോക്ക്. അതാ മറ്റേ ബോയ്ഫ്രണ്ട് ഉണ്ട്. അമ്പലപ്പുഴ സോങ് ഒക്കെ ഇട്ട് set. സൈലക്ക് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ട്. തനിക്ക് എങ്ങനെ അറിയാം? ആ. ഞാൻ ഈ ടീമിനെ പിന്നെ നിർത്തിട്ട് ഞങ്ങള് ഇയാൾക്ക് മറ്റേ പണി കൊണ്ടല്ലേ എടോ, നാട്ടിലൊക്കെ തനിക്കൊരു പോയി പെണ്ണുങ്ങളെ നാണമുണ്ടോടോ? താനൊരു പുരുഷനാണോടോ? താൻ്റെ അടുത്ത് പെണ്ണിനൊന്ന് ഇഷ്ടമാണെന്ന് വന്നിട്ട് ആ പെണ്ണിനെ സ്റ്റോക്ക് ചെയ്ത് ആ പെണ്ണിന്റെ വിവരങ്ങളെല്ലാം വിവരങ്ങളായിട്ട്. കോഴിയല്ലോടോ കോഴി. ആലോചിക്കുക ജോക്കി ജംഗ്ഷനിൽ ആൾക്കാരെ നിർത്തിയോ? തനിക്ക് പൊസസീവ് ആയിട്ട് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ താൻ എന്തിനാടോ പെണ്ണിനെ ഫോളോ ചെയ്യാൻ വേണ്ടി വിട്ടെ? താൻ അത് പറ. അതായത് ഇത്രേ ഉള്ളൂ. ഒരു സുപ്രാത്രി പെണ്ണ് വന്നിട്ട് ഐ ലവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയ എടോ, പൊട്ടണമെന്നല്ല. പിന്നെന്തോ തന്നെ 10 ദിവസം വന്നിട്ട് തന്റെ കാലിൽ മുമ്പിൽ നിൽക്കണോ? ഐ ലവ് യു വേണ്ട, അറ്റ്ലീസ്റ്റ് തോന്നിയത്. കാണണല്ലോ. എടോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എടോ, തനിക്ക് തമന്നെ ഇഷ്ടമാണോ? അല്ല. തനിക്ക് ഐശ്വര്യ റായ് ഇഷ്ടമാണോ? അല്ല. തനിക്ക് അമ്മ നയൻതാര ഇയാൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ളൊരു സെലിബ്രിറ്റിയുടെ പേരെന്ന് പറഞ്ഞു. ഇനി ചോദിച്ചു മടുക്കണ്ട ജോക്കി. ഇയാൾക്ക് ഇഷ്ടമുള്ളൊരു സെലിബ്രിറ്റിയുടെ ഇഷ്ടമുള്ള പേര് ഒരാളുടെ പേര് പറയടോ. സിൽക്ക് സ്മിത. എനിക്കോ ആ. അത് ജാസ്മിന്റെ ഇഷ്ടല്ലേ? എടോ, എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള തന്റെ കാര്യം പേര് പറയടോ ഒന്ന്. സിൽക്കിന് എന്താ കുഴപ്പം? അല്ലേ? അനുഷ്ക ഷെട്ടി. അനുഷ്ക ഷെട്ടി എടുത്ത് തനിക്ക് 10 കൊല്ലം എടുത്തിനോട് തനിക്ക് ഇഷ്ടം തോന്നി? പെട്ടെന്ന് ഒരു ദിവസം കണ്ടപ്പോ അങ്ങ് ഇഷ്ടം തോന്നി? എന്ന് പറഞ്ഞ കെട്ടാൻ എടോ, തനിക്ക് കെട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അനുഷ്ക ഷെട്ടി കെട്ടത്തില്ലായിരുന്നോ? ഇല്ല. അതെന്താ കെട്ടാത്തെ? അതെന്താ കേക്ക് അനുഷ്ക ഷെട്ടി കെട്ടാത്തെ? കേക്ക് പ്രായത്തിൽ മുത്തല്ല നമുക്ക് വേണ്ടല്ലോ. അവക്ക് പ്രായത്തിൽ മൂത്തല്ലേ? 45 വയസ്സായിട്ട് ഡൈ അടിച്ചുകൊണ്ട് നടക്കുന്ന കാട്ടുകളവ ഇപ്പൊ 28 പറഞ്ഞ് രേഖയും കൊണ്ട് നടക്കുന്നേ. തനിക്ക് നാണം ഉണ്ടോടോ? തനിക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടോ? പിന്നെ തനിക്ക് ആ കൊച്ചു വന്നിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞ സമയത്ത് തനിക്ക് പെട്ടെന്ന് വന്ന് കൊച്ചിന് ഇഷ്ടം തോന്നി ഇഷ്ടം പറഞ്ഞു. അതിന് തനിക്ക് പഠിച്ചവരൊക്കെ യശശരീരായി അന്നത്തെ പോലും മോളിൽ പോയി ആവിയായി. എന്റെ കൂടെ പഠിച്ച കല്യാണം കഴിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ചതൊക്കെ ശരിയല്ലേ? സത്യം. ഇവിടെ നിങ്ങളുടെ കാര്യം പറയുമ്പോ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഇയാൾക്ക് എടോ, കൈകടത്താൻ തനിക്ക് ചെവി പൊത്ത് യാസ്മിൻ, ചെവി പൊത്തുന്നു യാസ്മിൻ, ഓക്കേ, യാസ്മിൻ. ചെവി പൊത്തണം കേട്ടോ. ഹെഡ്സെറ്റ് ഊരെ. ആ, ഊരി. എടോ, തനിക്ക് നീട്ടിയൊന്ന് വാണം വിടാൻ പറ്റൂടോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, താൻ എന്തിനാ പ്രായത്തെ കുറിച്ച് കളിയാക്കുന്നേ താൻ? മിസ്റ്റർ ജോക്കി ചായൻ. മിസ്റ്റർ ജോക്കി ചായൻ പറയൂ. കേട്ടോ. അല്ല പിന്നെ തന്റെ അടുത്ത് ഞാൻ എന്തോ താൻ എന്ത് എസ് കളിയാക്കുന്നേ? ഞാൻ കളിയാക്കിയില്ലോ. ഞാൻ ഉള്ള കാര്യമല്ലോ. ഹലോ, പിന്നെ പോയോ? നമ്മളെങ്ങും പോയിട്ടില്ല. ഇയാളുടെ കൺവട്ടം തന്നെ ഇരിക്കുന്നത് കൺമുമ്പില്. അല്ല, നേരത്തെ നേരത്തെ ഇതുപോലെ ഇന്നിട്ടാ പോയത്. നോക്കിയതാ. അപ്പോ സംഭവത്തിലേ ഉള്ളൂ. പെട്ടെന്ന് വന്ന് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോ ഐ ഹാവ് മൈ ഓൺ ടീംസ് ഓവർ സിറ്റി അറിയാലോ, നമുക്കറിയാലോ. അപ്പൊ അവരായിട്ട് പറഞ്ഞു ആ കുട്ടി ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് പുള്ളിയുടെ ക്യാരക്ടർ. ദിസ് ഈസ് ഹെർ പാസ്റ്റ്, ദിസ് ഈസ് ഹെർ പ്രസന്റ്, ഫ്യൂച്ചർ. നക്ഷത്രവും മറ്റേ ഇത് ഗണവും ഒക്കെ കിട്ടിയായിരുന്നു. മറ്റേ അതൊക്കെ അതായിരിക്കും ആദ്യം നോക്കിയത്. രതിപുരുത്തം ചേരാത്തോണ്ട് വേണ്ടാന്ന് വെച്ചെന്ന്. അയ്യോ, ഒന്നും അറിയാത്ത പോലെ. എന്റെ പൊന്ന് കാമക്കണ്ണ. അല്ല ഞാൻ മറ്റേ കണ്ണന്റെ കാര്യം പറഞ്ഞു. അവിടെ ഒരുത്തനുണ്ടായിരുന്നു കണ്ണൻ. അവൻ ഇതുപോലെയായിരുന്നു. ഇവന് പൊരുത്തം നോക്കിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കത്തുള്ളൂ. ഞാൻ നോക്കാല്ലോ, പള്ളിയിൽ പോലും പോകത്താളാ. എടോ, താൻ പള്ളിയിലോ അമ്പലത്തിലോ എവിടെയെങ്കിലും പോ. തന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ താൻ എന്തു നോക്കിയില്ല. എന്റെ പൊന്ന് കണ്ണാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇവിടെ ശരിക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ സൈഡിയുടെ പ്രശ്നം? എന്റെ പൊന്ന്, അതാണ് നമ്മൾ അറിയാൻ വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് കൊച്ചിനെ ഇഷ്ടപ്പെടാത്തതാണ് ചോദിക്കുന്നത്. അത് ചരിത്രം മൊത്തം ഇരുന്ന് പാണയോ അങ്ങ്. ഹെഡ്സെറ്റ് വെച്ചായിരുന്നു യാസ്മിൻ പോയി. ഞാൻ ഒന്ന് തോണ്ടി നോക്കാം. താൻ എവിടെ അവിടെ തോണ്ടി നോക്കാൻ പോന്നി? യാസ്മിൻ കയ്യേറി ചോക്കി. ഹലോ, മാറ്റിക്കോ. കേക്കെ പറയൂ. കേക്ക്, തനിക്ക് എന്തുകൊണ്ടാണ് കുട്ടി ഇഷ്ടമല്ലാത്ത? എനിക്കെന്തോ ഇഷ്ടായില്ല. എടോ, എന്തോ ഇഷ്ടമായില്ലെന്നല്ല, അതാ ചോദിക്കുന്നത്. എന്തോ ഇഷ്ടമായില്ലാത്ത കാരണം നിങ്ങളിപ്പോ മറ്റേ ജാതകമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സ്റ്റാർട്ട് ഫ്രം ദർ. ജാതകം നോക്കിയല്ല കേട്ടോ. ഒരു നമ്മൾ ഇത് പറയില്ലേ, എന്താ പറയാ,
മറന്നുപോയി. എടോ താൻ എന്തുവാടോ ഈ കാണിക്കുന്നേ? അതെ, നമ്മള് 2 ദിവസമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, സംസാരിക്കാൻ നോക്കുന്നു. 2 ദിവസമായി വിളിക്കുന്നു. വിളിക്കുമ്പോ ഒക്കെ മറ്റേ സാഹചര്യം അത് എതിരാണ്. കണ്ടില്ലേ വിളിക്കുമ്പോ കഴിഞ്ഞ ദിവസം ഒരു റൂമിൽ പോയി എന്നിട്ട് പിന്നെ സാഹചര്യം എതിരായിരുന്നു. അല്ല, റൂമിൽ പോയി പുള്ളിക്കാരിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. ഷീസ് ലൈക്ക് പിന്നെ കേറി വരുന്ന കൊച്ചിനോട് ചോദിക്കാൻ നൈറ്റ് ഡ്രസ് ഇട്ടോണ്ടാണ് വരുന്നത്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് കംഫർട്ടബിൾ ആവായിരിക്കും. പിന്നെ ഒബ്വിയസ്ലി പിന്നെ സാധാരണ ഒരാൾ ഐ ലവ് യു പറഞ്ഞ പിറ്റേഴ്സും ഡേറ്റിന് പോകുമ്പോ എങ്ങനെ ഇട്ടിട്ട് വരും ഡ്രസ്സൊക്കെ? അത് നമുക്കറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടോ, ആ കൊച്ചി നൈറ്റ് ഇട്ടോണ്ട് പാപ്പം പറയട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ളൂ, ഒരാള് പരിപാടി കൊടുക്കുമ്പോ നൈറ്റ് ഡ്രസ് ആണോ വരുന്ന കുട്ടി എന്ന് ചോദിച്ചുള്ളൂ. താനല്ലോ പറഞ്ഞേ താൻ മോഡേൺ പുരാതന ചിന്തിക്കാരനാണ്, മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞ്. എടോ താൻ അത്രയും നേരം ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് തനിക്ക് കാണും തോറും ഇഷ്ടം കൂടി അവസാനം തനിക്ക് വേണ്ടാന്ന് വെച്ചു താൻ. ജോക്കി ഇത് കാണുന്നതിന്റെ ഇഷ്ടം കുഴപ്പം തന്നെയാണ്. ഇത് എനിക്ക് ഒന്ന് നോക്കി വെള്ളം ഇറക്കി കണ്ട കൊച്ചിന് ഇഷ്ടപ്പെടാതായത്. ഇയാള് വൃത്തിയായിട്ട് രീതിക്ക് ഇഷ്ടം പറയാന്ന് വെച്ചെടുത്ത് എടോ ഇയാള് വൃത്തിയായിട്ട് കേട്ടോ. ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ റേഡിയോ പോലെ എന്നിട്ട് ഇവിടെ പോകുന്നു പണങ്ങാൻ പോവാണോ? പുറകെ പോയി തിരിഞ്ഞിരിക്കണമായിരിക്കും. തന്റെ മൂലം കണ്ട് തിരിക്കാൻ പോയി. എന്റെ പൊന്നു മൂലദേവ കസേര ഇട്ട് ഞാൻ ആ കൊച്ചോട് ഇന്ന് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു എവിടെ മനസ്സിലായില്ല, ഒന്ന് കാണണല്ലോ, ഒരു ആൻസർ തരണ്ടേ? പറഞ്ഞില്ല ആൻസർ. അപ്പൊ പറഞ്ഞു ഞാൻ ചില്ലിയാടിലാണ്, അവിടെ ആരുടെയൊക്കെ ഏതൊക്കെ കിളമാരിലൊപ്പം പോയതാണ്, അവിടെ പെട്ടിടക്കുക, ആ വിൽക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേണേ ഞാൻ ഇവിടുന്ന് വണ്ടി വിടാം. പറഞ്ഞു വേണ്ട, അത് എന്റെ മാന്യത. കാരണം എനിക്കാണല്ലോ ഉള്ള നേരത്തെ കണ്ടിട്ട് പോകേണ്ട ആവശ്യം. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി വിട്ട് അങ്ങോട്ട് തിരിച്ചു വരണം. ആ കൊച്ചു അവിടുന്ന് വണ്ടി എടുത്ത് വരുന്നതല്ല എളുപ്പം. ഇല്ല, ആ ചില്ലാലും വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. കഥ മുന്നോട്ട് പോട്ടെ. അവിടെ തന്നെ പിന്നെ എവിടെ എത്തിയില്ല. അതെ, നമ്മുടെ കിളിയൊക്കെ തപ്പിയായിരുന്നു, പറ്റിയില്ല. അതെന്തുവാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്? ഈച്ച മൂളല് പോലെ ഇടയ്ക്ക് യാസ്മിന്റെ ബോഡി നിന്നാണോ അത്? യാസ്മിൻ മൂളിയതാ. എനിക്ക് നിങ്ങൾക്ക് മൂലം ഇഷ്ടം. നിങ്ങൾ ഇനിയും ഇവിടെ നമ്മുടെ അടുത്ത് മൂലം തിരിഞ്ഞ് നിക്കരുത്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ നിന്നാ മതി. എനിക്ക് വയ്യടെ ഇങ്ങനെ ചിരിക്കാനൊക്കെ എന്തുവാ ഇതൊക്കെ. അപ്പൊ ഇന്ന് കാണാൻ പറ്റിയില്ല, ഇന്നലെ കാണാൻ സംസാരിച്ചോണ്ട് കത്തിപ്പോയി. ടോട്ടലി എല്ലാം അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞായിരുന്നു മറ്റേത്. ഏതാ കഥയാണോ? കഥ എനിക്ക് വയ്യടേ ഇതൊക്കെ. 1000 വാച്ചിങ്ങോടാ, അത് കമ്മ്യൂണിക്കേഷൻ ഇറപ്പി. ഇവിടുന്ന് മാറി വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതൊരു പേര് മോളിന്ന് പോണത് കാര്യമൊക്കെ. എടോ ഞാൻ തന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടോ, തനിക്ക് തല വട്ടുണ്ടോ? പ്രശ്നമുണ്ട്. താൻ എന്തുവായി കാണിക്കുന്നത്? ഒരു പെണ്ണ് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോ ആ പറ്റി റീസൺ പോലും തനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ലവ് യു നമ്മളെടുത്ത് പറയണോ? താൻ ഈ നാളെ വരെ ഈ പാരിജാത സീരിയലിനകത്ത് പാസ്റ്റ് മറ്റേ ദീപ്തി ബോംബ് പൊട്ടി ചാവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ആണല്ലോ നമുക്ക് വരുന്നത്. ബേക്കറി പോവോ അതൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യാസ്മിൻ യു സീരിയൽ ഇല്ലല്ല, പക്ഷെ എനിക്ക് ഒരു ഡയലോഗ് ഓർമ്മയുണ്ട്. ഞാൻ പോകുന്ന അമ്മ പറഞ്ഞു, എന്താ ഇതിന്റെ അർത്ഥം? അത് കണ്ട് കുറെ പുളകം കൊണ്ടാണ് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും. സത്യം, അവർ ഏറ്റവും കൂടുതൽ പ്രേമിച്ചൊരു കാലഘട്ടം അതായിരുന്നു എനിക്ക് തോന്നുന്നത്. പരസ്പരം സീരിയലിലെ ദീപ്തിയും മറ്റേ പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു? സൂരജ്. അപ്പൂപ്പൻ സൂരജും അമ്മ ദീപ്തിയായിരുന്നു ടീം. അവസാനം ബോംബ് പൊട്ടി ചത്തപ്പം സ്വന്തം വീട്ടിലൊരു മരണം നടന്ന കണക്കായിരുന്നു ദുഃഖാചരണം. അത് കോമഡി, ലിക്വിഡ് ബോംബ് എടുത്ത് കുടിച്ചു പോലും. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. അങ്ങനത്തെ എന്ത് അപ്പൂപ്പൻ അമ്മ ഇതൊക്കെ വിശ്വസിച്ചെന്നേ. നമ്മളെ ഒന്നും കാണത്തില്ല, അത് വെറുതെ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
കേക്കേ താൻ എന്താണ് കാരണം എന്നൊന്ന് പറയടോ. കാരണം പോണ നാളെ പറഞ്ഞ പോലെ എടോ ഇതെന്തുവാടോ ഇത് മറ്റേ നമ്മളെന്തോ എടോ ഞാൻ ഇത്രയും നേരം കേക്കല്ലേ വിളിച്ചോണ്ടല്ലേ വിളിച്ചോണ്ടിരുന്നേ. താനിത് പറയടോ, താൻ പറഞ്ഞിട്ട് പോയാ മതി. താൻ പറ. അയ്യോ നാളെ പറയാം. എടോ ഒരുമാതിരി മറ്റേ പാപ്പ എന്റെ ചെവിത്തയുടെ കയറി വരുന്ന കേട്ടോ എനിക്കെല്ലാം കൂടെ. എനിക്ക് എവിടെന്നൊക്കെയോ പെരുത്ത് വരും. എടോ താനൊന്ന് പറയടോ, എനിക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ളടോ, താനൊന്ന് പറയടോ. അയ്യോ എനിക്കും അത് അതുകൊണ്ടാ പറഞ്ഞേ. ഇനിയിപ്പൊ ഇന്ന് അത് പറഞ്ഞ നാളെ പറയണ്ടേ. അതങ്ങ് പണ ആ പെണ്ണിനോട് നാളെ പറ, നമ്മളടുത്ത് പറഞ്ഞ നാളെ പറയാൻ പോവാന്ന്. തനിക്ക് എന്റെ അടുത്ത് നമുക്ക് ഇന്ന് പറഞ്ഞുകൂടായിരുന്നു. എനിക്ക് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാൻ വേണ്ടി നിങ്ങളോട് നിക്കാ. സെയിലേ ഉണ്ടോ സിറ്റിയില്? സെയില് ഇല്ലെന്നേ സിറ്റിയില്. അതല്ലേ പ്രശ്നം. നമ്പർ വിളിച്ച് അകത്തെങ്കിലും കയറ്റിന്നെ ഞാൻ. അതെ ചില്ലാടിലോട്ടായിരുന്നു. എടോ താനൊന്ന് പറയടോ കേക്ക്, താനൊന്ന് പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞറിയോ, കേക്കേക്ക് പെണ്ണിനെ ടെസ്റ്റ് ചെയ്തിട്ട് കെട്ടാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വർത്താനോടോ താൻ ഈ പറഞ്ഞത്? പെണ്ണിനെ ടെസ്റ്റ് ചെയ്യാനോ? എനിക്ക് ഒരു മിനിറ്റ് സമയം. 10 പിള്ളേരുടെ തന്തേ പറയാണ്ടല്ലോ. ആ ബ്രഷ് എടുത്ത് പെയിന്റിങ് കേട്ടോ ചുമരില്, താടിയിലുള്ള ബ്രഷ്. പൊന്നു മനുഷ്യ ഞാനൊരു കാര്യം പറയട്ടെ കേക്ക്. അയാള് മാന്യമായി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് 10 പിള്ളേരെ തന്തയത്. അല്ലാതെ വാങ്ങിക്കാൻ വന്നത് വണ്ടി വല്ലോ ആണോ? ആ ഒരു മാന്യനെ പറ്റി പറയുന്നത്. എന്നിട്ട് ഞാൻ ആ പെങ്കൊച്ചോട് എന്താ പറഞ്ഞേ? അത് നമുക്കറിയാവോ? താനല്ലേ പറഞ്ഞു? ജോക്കി ഉദാഹരണം പറഞ്ഞ എന്താണെന്നറിയോ, ഡീലർഷിപ്പിൽ പോയ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തരത്തില്ലേ? കടയിൽ പോയി ഷഡ്ഡി ഇട്ട് നോക്കും. ഷഡ്ഡി വാങ്ങിക്കുമ്പോ ഷഡ്ഡി ഇട്ട് നോക്കാൻ പറ്റുള്ളൂ. ഷഡ്ഡിയുടെ മെച്ചീരിയൽ പിടിച്ചു നോക്കും. ഷഡ്ഡിയാണോ ഷഡ്ഡി? താൻ ഒരു കടയിൽ പോയിട്ട് താൻ കടയിൽ പോയിട്ട് ഷഡ്ഡി വാങ്ങുക. താൻ ഷഡ്ഡി ഇട്ട് നോക്കിട്ട് എടുക്കത്തോളെന്ന് പറയാൻ പറ്റുമോ? ഷഡ്ഡിയുടെ മെറ്റീരിയൽ പിടിച്ചു നോക്കുമെന്ന്. എടോ തനിക്ക് ഈ തടവലും പിടിക്കലും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായോ? താൻ തടവയും പിടിച്ചു നോക്കിയാ പിടി. തനിക്ക് പെണ്ണ് കെട്ടണമെന്ന് തനിക്ക് പറഞ്ഞിട്ടില്ല. ഇയാളാരോടോ തടവി ഷഡ്ഡി എടുക്കാൻ? അയിലെ സുരേഷ് ഗോപിയോ? അല്ല പിന്നെ താനെന്തോ തടവി മെറ്റീരിയൽ നോക്കി ഷഡ്ഡി എടുക്കാൻ? ഇയാൾ ആരാ? നീയുള്ള വിചാരം വരുന്നുണ്ടോ എനിക്ക്? അതിലെ സുരേഷ് ഗോപി ഒന്ന് ആലോചിച്ച് നോക്കി പിടി കിട്ടും. അത് വേറെ തടവിലാണേ, അത് ഞാൻ ചെയ്യില്ല. ജോക്കി പറഞ്ഞല്ലോ എന്നോട് പണ്ടേ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, റെസ്പെക്ട് വുമൺ. നിങ്ങൾ ചിന്തിക്കുന്നത് കുഴപ്പമില്ല. യു പീപ്പിൾ വൈ ആർ ടേക്കിംഗ് നെഗറ്റീവ്ലി. ഒരു നെഗറ്റീവ്ലി ഇല്ല, നമുക്കൊക്കെ മനസ്സിലായി ഇതൊക്കെ എന്തുവാ കാര്യം. നമ്മുടെ കാരണം അവർ പഠിപ്പിച്ചേക്കുന്നത് ഇതൊക്കെ കുറച്ച് മോശമായിട്ടാണ്. നമുക്ക് അത്ര വലിയ ചിന്താഗതി ഒന്നും ഇല്ലേ, മനസ്സിലായോ? അതാണ് ഞാൻ എക്സാം നിങ്ങൾക്ക് പെട്ടെന്ന് കത്താണ്ട് എക്സാമ്പിൾ പറഞ്ഞോളൂ. സിംപ്ലി പറഞ്ഞു, പെണ്ണ് ആലോചിച്ച് പോയപ്പോ നമ്മൾ അന്വേഷിക്കില്ലേ നാലെടുത്ത് പെണ്ണ് കൊള്ളാവോ, പെണ്ണ് വേറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ, പെണ്ണ് ചാടിപ്പോയതാണോ? അങ്ങനെ അന്വേഷിക്കത്തൊന്നുമില്ല. നമുക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്തൊന്നും ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ ഇയാളുണ്ടല്ലോ, ഇയാള് മറ്റേ എന്റെ അപ്പൂപ്പൻ പോലും അമ്മയെ പെണ്ണ് കേട്ടാൻ നേരം ഇതൊന്നും ചോദിച്ചില്ല. താൻ ഏത് യുഗത്തിലാണോ ജീവിക്കുന്നത്? താൻ എന്തോ വല്ല രാമന്റെ അല്ലല്ല, ഇത് നമ്മുടെ മിസ്റ്റേക്സ് ഉള്ള പയ്യന്റെ കല്യാണം മുടക്കിയത് പോലെ രണ്ടമ്മമാർ ബീച്ചിൽ ഇരുന്നിട്ട് എവിടെ പോവാ? അല്ല നമ്മള് നിന്നെയാന്നേ. അപ്പ ഇങ്ങോട്ട് വന്ന് എന്റെ പൊന്നു ചോക്കി കാമക്കുതിരയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കമ്പിക്കണ്ണനുണ്ടോ? ഈ കമ്പിക്കണ്ണനുണ്ടോ? ഇയാൾക്ക് പ്രാന്താന്ന് തോന്നി ഇയാൾക്ക്, മനസ്സിലായോ? എന്തുകൊണ്ട് ചോക്കി ഇത് ഇയാളെ മറ്റേ ചോദിച്ചു കേട്ടോ, ആ പെണ്ണ് ചാടിപ്പോയതാണോ എന്നൊക്കെ അന്വേഷിച്ചത്. ഇയാളാരും മറ്റേ ആ ഇരിപ്പ് നോക്കിയാളുടെ നമ്മളെയാണോ ആ മാമാരെന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയത്? ഇയാളുടെ കല്യാണം മുടക്കം നമ്മളാര്? ഇയാൾക്ക് പെണ്ണ് കിട്ടുന്ന നീലക്കുറിഞ്ഞു നോക്കുന്നതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടല്ലേ സെയിലെ പോലും ഇഷ്ടമാന്ന് പറഞ്ഞാൽ വേറെ ഇതിൽ പെണ്ണ് നോക്കൂ. ഈ കാമക്കണ്ണ പറഞ്ഞാലോ ഒരു വികാര ജീവിയെ പോലെ ഇരിക്കുന്നത്. എനിക്ക് മറ്റേ മീശയും കടിച്ചു പിടിച്ചിട്ട് പിന്നെ എങ്ങനെ നോക്കാനായിരുന്നു? യാസ്മിനെങ്കിൽ രക്ഷിക്കണം കേട്ടോ. സത്യം കേട്ടോ, അത്രേ ഉള്ളൂ യാസ്മിൻ, അതിന്റെ ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ, രക്ഷപ്പെടങ്ങ് പോയിട്ട്. എടോ കേക്കേ,
തന്റെ സങ്കല്പത്തിലെ പെൺകുട്ടി എങ്ങനെ ഇരിക്കണം? പറഞ്ഞു ചന്തി വെച്ചിരിക്കണം എന്നങ്ങനെ പറഞ്ഞാൽ മോന്ത അടിച്ച് എന്തിരിക്കും? ഇന്നാണെങ്കിൽ ആവശ്യത്തിലധികം ആവശ്യത്തിലധികം താൻ കോമഡി അടിച്ചിട്ടുണ്ട്. താൻ പറ, ഇനി പറ. ഇയാൾക്ക് കേക്കത്തില്ലേ? പുസ്തകം വിഴുങ്ങി ഒന്ന് വാ തുറക്കുന്നേ. പുസ്തകം എന്തോ ഇരുന്ന് വായിക്കുന്ന ആ ഒരേ ഇയാളെന്തോ വായിക്കുന്നയാള് ബ്രൂസ് റൈറ്റോ? അതെന്റെ ഫ്രണ്ടിന്റെ കിങ് ബ്രൂക്സ് ആടെ ബുക്ക്, അതുകൊണ്ട് പുള്ളി എഴുത്തുണ്ടായിരുന്നോ? ദൈവമേ, പിന്നെ പുള്ളിയായിരുന്നു ഇവിടെ മുത്തച്ചിപ്പിയൊക്കെ എഴുതിക്കോട്ടിരുന്നു. പൊന്നെ യാസ്മിൻ, അയാളെ അറിയാവോ? മറ്റേ ഒരു മുടി നീട്ടി പുള്ളിയുടെ ഫേമസ് നോവൽ വായിച്ചില്ല? വാതിൽ മുട്ടിയപ്പോൾ മണിയടിച്ചു. ഇല്ല, പുള്ളി നോവലല്ലേ, നോവലല്ല, പുള്ളി സൈക്കോളജി. ബ്രൂസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സാധനം? നോവലല്ലേ? പാൻ പിടിച്ചു കൊടുത്തായിരിക്കും വേണമെങ്കിൽ. എടോ, താൻ ഇതൊന്ന് മാറ്റിട്ടൊന്ന് പണയൊന്ന്. എന്താ പറഞ്ഞ മണിക്കൂർ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര ലാഗാണ്. നിങ്ങൾ എന്തോ ഇഷ്ടമല്ലാത്ത, കൊച്ചിന് ഇഷ്ടമല്ലാത്ത എന്താണ്? നിങ്ങൾക്ക് എന്ത് പറ്റി? ഉള്ളത് പറ, തുറന്നു പറ. എന്തേലും ചോദിച്ചപ്പോ പെണ്ണ ചെവിക്കല് തീർത്ത് വല്ലതും തെരുവല്ലോ ചെയ്തു. എടോ, താനെന്ന് പറയൂടോ? താൻ എന്തോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ എണിച്ച് കിടക്കുമല്ലേ? അതിനുള്ള വയസ്സ് എനിക്ക് രണ്ടാൾക്ക് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ ഇപ്പൊ. താനൊന്ന് പറയടോ, നാളെ എന്തോ പറയാൻ പോന്നേന്ന്. അതെങ്കിലും ഒന്ന് പറ. ഇഷ്ടമല്ല. Sorry girl, you have to look other boys. അപ്പൊ അവള് റീസൺ ചോദിക്കും. അപ്പൊ റീസൺ എന്ത് പറയും? റീസണോ? റീസൺ ഞാൻ പറഞ്ഞ ഇഷ്ടമല്ലെന്ന്. എടോ, തനിക്കൊരു കാരണം കാണുമല്ലോ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവളോട് ഞാൻ 100 വട്ടം ചോദിച്ചു, വൈ ഡിഡ് യു ലൈക്ക് മീ? അപ്പൊ അവള് പറഞ്ഞു ഇഷ്ടപ്പെട്ടു, അതിന് കാരണമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമായില്ല, അതിന് കാരണമൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു ജോക്കി, മറ്റേ ആ ദേവക്കുട്ടിയായിട്ട് എന്തോ വഴിവിട്ട ബന്ധമുണ്ട് ഇയാൾക്ക്. അത് കാരണം ഇയാൾക്ക് എന്താ കുഴപ്പമുണ്ട്? ഗുഹയിൽ പോകുന്നു, പൂജ ചെയ്യുന്നു, പോയിക്കുന്നു. ഇയാൾക്ക് എന്താ കുഴപ്പമുണ്ട്? ഇയാൾക്ക് എന്തോ അല്ലെങ്കിൽ അത് തന്നെ കുഴപ്പം, എന്തോ പ്രശ്നമുണ്ട് ഇയാൾക്ക്. അമ്മാവന്മാരെ പോലെ പിന്നെ ഇയാൾ എത്ര വയസ്സുണ്ടെന്നാണ് ഇയാളുടെ വിചാരം? നിങ്ങളെന്താ വർത്താനം പറഞ്ഞേ? ലൈക്ക് അല്ലെങ്കിൽ പറയാലേ, 45-ാമത്തെ വയസ്സ് അരപ്പാട്ട പെയിന്റ് എടുത്ത് തല കഴിച്ചിട്ട് നമ്മളെ അമ്മാവന്മാരും പിന്നെ അയാൾക്ക് പിന്നെ മുക്കിയിട്ടേക്കോ തലയിൽ. നോക്കി എടോ, ഇത്ര കറപ്പൊക്കെ മുടിക്ക് എങ്ങനെ വരാറ്? ഒന്ന് നോക്കി നോക്ക്. അത് നാച്ചുറൽ ആണ് അയാൾ പറയാം. നോക്ക്, തലയിലോട്ട് നോക്കി, അയാളുടെ തലയോട് നോക്കി. പിന്നെ നാച്ചുറൽ. താനൊരു കാര്യം ചെയ്യ്. താനേ എന്റെ അമ്മൂമ്മ എടുത്തോണങ്ങാൻ ജീവിക്കും. ഇന്ദുലേഖയും മറ്റേ കഷായവും മറ്റേ തരുമോ? എന്തോ തല ഇക്കിലേക്ക് തരുമോ? ഞാൻ ഒരു സൈഡിലെ ഹെഡ്സെറ്റ് വെച്ചോളൂ. വിളിച്ച് പറഞ്ഞാ ഞാനിപ്പം താളിയെ കൊണ്ടാക്കി തരും. പിന്നെ ഇയാൾക്ക് താളി ഉണ്ടാക്കി തരാന്നല്ലോ എന്റെ അമ്മൂമ്മ ഇരിക്കുന്നേ. ഒരു കാര്യം ചെയ്യും, കുറച്ച് ചെമ്പരത്തി വാ. ചെമ്പരത്തിയുടെ ബെസ്റ്റ്, നല്ല കളർ. അതെ, മുടി വളരും. പിന്നെ തലയില് താളി തേക്കുന്നത് മുടി വളരാനല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞ പെങ്കൊച്ചിരിക്കുന്നത് ഞാൻ പറയുന്നില്ല. അത് പറയാൻ വേണ്ടിട്ട് മാറി തരുന്നുണ്ട്. എന്ത് സന്തോഷം എന്നറിയോ തന്നെ എന്തെങ്കിലും പറയുന്നത് കേൾക്കാനായിട്ട്. നീ മാറിയിരുന്നെങ്കിൽ ചിരിക്കോ? എന്തുവാടോ തല താളി കഴിച്ച പിന്നെ തലമുടി അല്ലാതെ പിന്നെ എന്തു വളരുന്നത്? തന്റെ ചെവിയിലെ പൂട് ചെവിയിലെ പൂട വളരണമെങ്കിൽ നീ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കി വെക്കാം. ഇയാൾക്ക് ചെവിയിലെ പൂടയാണ് വളരണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അമ്മാമ്മയുടെ കാര്യം പറഞ്ഞല്ലേ. ഇയാൾ വണ്ടി കയറി പോട്ട് ദേഷ്യം വരുന്നില്ല. ഇതെന്തുവാടോ ഇപ്പോ സ്റ്റാർട്ട് ചെയ്ത് വിട്ടേക്കുന്നു വണ്ടി? പോയിക്കട്ടെന്ന് വിചാരിച്ചു, ഇവിടെ അങ്ങ് പോകട്ടെ. പിള്ളത്തട്ടിലൊളിക്കല്ലേ? എന്നൊരു കാര്യം ജാസ്മിൻ എന്റെ തോളത്തോട്ടം കയറിക്കോ, പിള്ളാച്ചൻ കയറി ഇരിക്കട്ടെ. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി. അല്ലെങ്കിൽ ജോക്കിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ പിടിച്ചിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്തൂപം പോലെ നിൽക്കുവോ? ഒന്ന് കേറാ. ഡോറിന്റെ പിടി ഓസി ചാറ്റ് ലീഡ്സ് ടു കിക്ക്. ഓസി അല്ലല്ല, കിക്കിലോട്ട് വരട്ടെ എല്ലാരും. ഞാൻ ഒന്ന് ലേറ്റ് ആയിരുന്നു, സോറി. കുഴപ്പമില്ല, മനസ്സിലായില്ല. മനസ്സിലായി. അല്ലല്ല, മനസ്സിലായി. നമ്മുടെ കിക്ക്